ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കുടുംബം. അപകടം നടന്നിട്ട് ഇന്നേക്ക് 21 ദിവസം പൂർത്തിയാകുകയാണ്. വലിയ ഒരു ആശങ്ക കുടുംബം പങ്കുവെക്കുന്നുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ചേരുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ പറയാൻ ഉന്നയിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ തിരച്ചിൽ ഒരു വൈദഗ്ധ്യമുള്ള ഒരാളുടെ കീഴിൽ ഇത് തിരച്ചിൽ തുടരണമെന്നാണ് ഞങ്ങൾ കുടുംബം ആവശ്യപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഒരു ഇപ്പോഴുള്ള രീതിയിൽ തുടർന്നാൽ അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു വൈദഗ്ധ്യമുള്ള ഒരാളുടെ കീഴിലായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെ, അതിനൊരു പ്രത്യേകം ഒരു ഓഫീസർ, ഇതിൽ വൈദഗ്ധ്യമുള്ള ഒരു ഓഫീസർ വെച്ച് അയാളുടെ കീഴിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൽ ഒന്നുകൂടി നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. ഇതിനൊരു 100% റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു പരീക്ഷണമായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് പോകും. അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് തെരച്ചിൽ തുടരണമെന്ന്. പക്ഷേ ഇപ്പോഴും ആ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു, ഒരു വിധത്തിലുള്ള നടപടിയും ആവുന്നില്ല. അതെ, ഇപ്പോഴും ഞാൻ ഇന്നലത്തെ കാര്യമാണെങ്കിൽ ഞാൻ DCയെയും സ്ഥല MLA എല്ലാം കണ്ടിരുന്നു. അവർ ഇപ്പോഴും നമ്മുടെ തൃശ്ശൂർ കളക്ടറേറ്റിൽ നിന്ന് റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. പക്ഷേ അത് ഇവിടുന്ന് അറിയാൻ പറ്റിയത് അവർ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ കൂടി അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ ഇത് ഏകോപനക്കുറവ് ഇപ്പോഴും ഞാൻ ഇതിൽ കാണുന്നുണ്ട്, ഈ പ്രവൃത്തിയിൽ. എന്തായാലും വളരെ വേഗത്തിൽ തെരച്ചിൽ പുനരാരംഭിക്കണം എന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ വളരെ വൈദഗ്ധ്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.